നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ മൂവി റിവ്യൂയുടെ സ്വാഗതം. ഏഷ്യാജുമാണ്. അപ്പൊ അതുപോലെ ഞാനിപ്പോ 360 സിനിമാസുണ്ട് നമ്മുടെ പ്രതിച്ഛായ മൂവിയെ കണ്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെ, പലരും പറയുന്നത് പോലെ ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവി മാത്രമല്ല കേട്ടോ. കാരണം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല കാഴ്ചകളുണ്ട്. എസ്പെഷ്യലി പറഞ്ഞാല് നമ്മുടെ ഇന്നത്തെ മാധ്യമ സിൻഡിക്കേറ്റുകൾക്ക് എതിരായിട്ടുള്ള ഒരു തുറന്ന പറച്ചിൽ അല്ലെ തുറന്നു കാട്ടാണ് ഈ ഒരു സിനിമ. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ പടം കൂടുതലും കണക്ട് ആയത്. കാരണം പറഞ്ഞാൽ ഇപ്പൊ പലരും കീറി മുറിച്ച് പറയും ഇതിന്റെ എഡിറ്റിംഗ് കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളൂല, അല്ലെങ്കിൽ ഇതിന്റെ കളറിംഗ് ഓക്കെയാണ്, അതിന്റെ ഫ്രെയിം കൊള്ളാം. പക്ഷെ ഇതൊക്കെ വിട്ടേക്ക് ഈ പടം ആഫ്റ്റർ ഇന്റർവ്യൂല് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലായിട്ട് ഫീല് നിവിൻ പോളിന്റെ ക്യാരിയറിൽ ഇതുപോലത്തെ റോള് പുള്ളി ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അത്ര ഫ്ലാറ്റ് ആയിട്ട് വളരെ കൺവീനിയൻസ് ആയിട്ട് പുള്ളി ഇത് ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും ബി ഉണ്ണികൃഷ്ണ സാർ, ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, യു ആൻഡ് യുവർ ടീം ഡിഡ് എ ഗുഡ് ജോബ്. അതായത് നമ്മളുടെ പ്രേക്ഷകർക്ക് ഇതുപോലത്തെ പടങ്ങൾ വന്ന് വിജയിച്ചാൽ മാത്രമേ ഇനി ഇത് പടങ്ങൾ വരത്തുള്ളൂ. എസ്പെഷ്യലി ഞാൻ ഹോണസ്റ്റ്ലി ഞാൻ പറയാം, കാരണം ഇത് അത്രയും വർക്ക്ഔട്ട് ചെയ്ത പടവും നമ്മുടെ തിയേറ്ററിൽ വന്ന് മസ്റ്റ് വാച്ച് ചെയ്യേണ്ട പടമാണ്. അത്ര ക്യാൻവാസിൽ അവർ ഈ ഒരു പരം അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ എല്ലാവരും വരിക, തിയേറ്ററിൽ വന്ന് മസ്റ്റ് വാച്ച് ചെയ്യുക. തന്നെ നമ്മുടെ 360 സിനിമാസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്